അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ഒരു മുസ്ലിം ആരാവണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പഠനം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ആ ഹദീസ് മറ്റൊരു രൂപത്തിലും കാണാം, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്താണ് അതിൻ്റെ സാരം? ഒരു മുസ്ലിം ആരായിരിക്കണം എന്നുള്ളതാണ്. ഒരു മുസ്ലിം അവൻ്റെ നാവുകൊണ്ടും അവൻ്റെ കൈകൊണ്ടും മറ്റുള്ളവർ ആക്രമിക്കപ്പെടാതിരിക്കണം എന്നാണ്. നാവുകൊണ്ടും, മുസ്ലിമിൻ്റെ നാവുകൊണ്ടോ അവൻ്റെ കൈകൊണ്ടോ മറ്റുള്ളവൻ ആക്രമിക്കപ്പെടാതിരിക്കുമ്പോൾ ആകുന്നു ഒരാളുടെ ഇസ്ലാം കാമിലാകുന്നത്, പരിപൂർണമാകുന്നത്. നാവ് കൊണ്ടുള്ള അക്രമം ശരിക്കും ഇസ്ലാമിൽ മറ്റൊരുത്തനെ ഏത് രീതിയിലും മറ്റൊരുത്തൻ്റെ സമാധാനം കെടുത്തുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് കൊണ്ടുള്ള ശല്യം, നാവ് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. മുആദ് ബിൻ ജബലിനോട് പുണ്യ റസൂലുള്ളാഹി ഒരിക്കൽ പറയുകയുണ്ടായി, എല്ലാ തിന്മകളിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, എല്ലാവർക്കും സമാധാനം നിനക്ക് നൽകണോ, എന്നാൽ കുഫ അലൈക ഹാദാ എന്ന് പറഞ്ഞു. ഹാദാ എന്ന് പറഞ്ഞെങ്കിൽ നാവിനെ നീ ശ്രദ്ധിക്കുക, നാവിനെ നീ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നാവ് കൊണ്ടുള്ള അക്രമവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ അക്രമമാണ് നാവ് കൊണ്ടുള്ള അക്രമം. എല്ലാ ഫിത്തനകളും ഉണ്ടാകുന്നത് നാവ് കൊണ്ടാണ്. ആ നാവിനെയും കയ്യിനെയും മറ്റുള്ളവർക്ക് ആക്രമിക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കുമ്പോൾ മാത്രമാകുന്നു ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുന്നത്. നാവ് കൊണ്ടുള്ള ഗീബത്ത്, നമീമത്ത്, ഖദ്ഫ് പോലെയുള്ളത്, കൈകൊണ്ടുള്ള ആക്രമം, ളുൽമു പോലെയുള്ളത് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുന്നത്.